ദൈവകൃപയാൽ നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്താണ് ഫലം ലഭിക്കാത്തതെന്ന്? എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര നേരം പ്രാർത്ഥിച്ചിട്ടും ചിലപ്പോൾ ആഴ്ചകളും മാസങ്ങളും പ്രാർത്ഥിച്ചിട്ടും എന്തേ ദൈവം നമ്മൾക്ക് ഉത്തരം നൽകുന്നില്ല എന്ന്, എന്തേ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ല എന്ന് അതോർത്ത് നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടോ? നമ്മളൊരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു കടയിൽ ജോലിക്ക് കയറുമ്പോൾ അവർ നമ്മളോട് പറയാറുണ്ട്, ഇത്ര നാളത്തേക്ക് നിങ്ങളുടെ പ്രൊബേഷൻ പീരീഡ് ആണെന്ന്. അതിനുശേഷം നിങ്ങൾക്ക് സ്ഥിരമായ ജോലിയും കമ്പനിയുടെ ആനുകൂല്യവും കിട്ടുമെന്ന്. നമ്മൾ അവർ തരുന്ന ആ ശമ്പളവും ആ ആനുകൂല്യവും കിട്ടാൻ വളരെ ആത്മാർത്ഥമായി പ്രൊബേഷൻ പീരീഡിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. അതുപോലെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും ഒരു പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞാൽ ദൈവം തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുള്ളതുപോലെ ജ്ഞാനം 3-ാം അധ്യായം 5-ാം വാക്യം, ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിനു ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഇതാണ് ദൈവം പറയുന്ന ആ പ്രൊബേഷൻ പീരീഡ്. അല്പകാല ശിക്ഷണത്തിനു ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ആ അല്പകാലം എന്ന് പറഞ്ഞാൽ ഇവിടെ അത് കൊടുത്തിട്ടില്ല. അത് 1 മാസമാവാം, 2 മാസമാവാം, ചിലപ്പോൾ 6 മാസം, ചിലപ്പോൾ വർഷങ്ങളാവാം. എന്നാൽ അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വരാൻ പോകുന്നത് ചെറിയ നന്മയല്ല, വലിയ നന്മയായിരിക്കും. ആ വലിയ നന്മ എന്താണെന്ന് കൂടി വിശുദ്ധ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. നിയമാവർത്തനം 28-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. ഈ വാക്യം ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാകും. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാരമായ ആകാശം തുറന്നെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഭൂമിയേക്കാൾ എത്രയോ 10 മടങ്ങ് വലുതാണ് ആകാശം. ആകാശത്തിലെ ഒരു നക്ഷത്രത്തിൻ്റെ മുന്നിൽ എത്രയോ ചെറുതാണ് നമ്മൾ അധിവസിക്കുന്ന ഈ ചെറിയ ഭൂമി. അങ്ങനെയെങ്കിൽ ആകാശത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ആ നക്ഷത്രം ഒരു പൊട്ടായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ. ആ ആകാശം തുറന്നാണ് കർത്താവ് നമ്മൾക്ക് ഈ അനുഗ്രഹമെല്ലാം തരുന്നത്. അടുത്ത വരിയിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഒരു മഴ പെയ്താൽ, ദൈവം നമുക്കൊരു മഴ തന്നാൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റം വരുമെന്ന്. സങ്കീർത്തനം 65-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മരുപ്രദേശത്തെ പുൽനാമ്പുകൾ സമൃദ്ധി ചൊരിയുന്നു, കുന്നുകൾ സന്തോഷമണിയുന്നു എന്ന്. അതായത് വെറും മണ്ണ് മാത്രമായി രാവിലെ ചൂട് കാറ്റടിക്കുന്ന, രാത്രിയിൽ അതിശക്തമായ തണുപ്പടിക്കുന്ന മരുഭൂമിയിൽ പോലും പുൽനാമ്പുകൾ സമൃദ്ധി ചൊരിയും. അതുപോലെ നമ്മുടെ ജീവിതത്തിലും തക്ക സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏത് സമയത്താണോ, അല്ലെങ്കിൽ നമ്മൾ ഏത് സമയത്താണോ പരാജയപ്പെടാൻ പോകുന്നത്, ആ തക്ക സമയത്ത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ മഴ പോലെ നമുക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കും. ഇതെല്ലാം ദൈവം നമ്മൾക്ക് തരുന്നതിന് അദ്ദേഹം ഒരു കാര്യം മാത്രമേ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. നിയമാവർത്തനം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറഞ്ഞാൽ മാർക്കോസ് 7-ാം അധ്യായം 20 മുതൽ 23 വാക്യങ്ങൾ നോക്കിയാൽ അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ഭൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ദൈവത്തോട് നമ്മളോട് കരുണ ചെയ്യാനും പറയാൻ പറ്റുന്നത്? കാരണം 1 കൊറിന്തോസ് 10-ാം അധ്യായം 21 ഇങ്ങനെ പറയുന്നുണ്ട്, ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കർത്താവിൻ്റെ മേശയിലും
പിശാചുക്കളുടെ മേശയിലും ഭാഗഭാക്കുകളാകാനും നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ രക്ഷ നേടാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും നമുക്ക് സാധിക്കാൻ വേണ്ടി നമ്മൾ തന്നെ നമ്മളെ സ്വയം മാറ്റിയെടുക്കണം. അതിനെക്കുറിച്ചുള്ള വിവരണം അടുത്ത വീഡിയോയിൽ പറയാം.